ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയെ ലോകരാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ശക്തമായ കണ്ണിയാണ് പ്രവാസി ഭാരതീയരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയില്ലാത്ത ജമ്മു കശ്മീർ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും തുടരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് രണ്ടാം പതിപ്പിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. കോട്ടയം പുതുപ്പള്ളി ദേശീയ റബ്ബർ പരിശീലന കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഇറാനിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം 13ാം ദിവസത്തിലേക്ക് കടന്നു. രാജ്യത്തുടനീളം ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചു. മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ സെമിയിൽ കടന്ന് ഇന്ത്യൻ താരം പി വി സിന്ധു. വാർത്തകൾ വിശദമായി. ഇന്ത്യയെ ലോകരാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ശക്തമായ കണ്ണിയാണ് പ്രവാസി ഭാരതീയരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെന്നെത്തുന്ന രാജ്യങ്ങളിലെ സമൂഹത്തെ പരിപോഷിപ്പിക്കാൻ ഇന്ത്യൻ പ്രവാസികൾക്ക് സാധിക്കുന്നതായും പ്രവാസി ഭാരതീയ ദിവസിനോടനുബന്ധിച്ച് നൽകിയ ആശംസാ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ സംസ്കാരത്തെ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കാൻ പ്രവാസി സമൂഹത്തിന് സാധിച്ചു. പ്രവാസി സമൂഹത്തെ ചേർത്ത് നിർത്താൻ ഇന്ത്യ നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു. 1915ൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതിന്റെ സ്മരണയ്ക്കായാണ് ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത്. രാജ്യവികസനത്തിൽ പ്രവാസികളുടെ സംഭാവനകളെ ആദരിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ദിവസം. ഭീകരതയില്ലാത്ത ജമ്മു കശ്മീർ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും തുടരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മു കശ്മീരുമായി ബന്ധപ്പെട്ട ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. അനുച്ഛേദം 370 റദ്ദാക്കിയതിനു ശേഷം കശ്മീരിനുണ്ടായ പ്രയോജനങ്ങൾ നിലനിർത്തുന്നതിന് സുരക്ഷാ ഏജൻസികൾ യോജിച്ച് പ്രവർത്തിക്കണമെന്നും ശ്രീ അമിത്ഷാ നിർദ്ദേശം നൽകി. ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ ദൌത്യരീതിയിൽ തുടരണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, IB ഡയറക്ടർ തപൻ കുമാർ ദേഖ, ജമ്മുകശ്മീർ ചീഫ് സെക്രട്ടറി, DGP, കേന്ദ്ര സായുധ പോലീസ് സേനാ മേധാവിമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. NSGയുടെ നാഷണൽ IED ഡാറ്റാ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു. രാജ്യസുരക്ഷയിൽ NSG ശക്തമായ പങ്ക് വഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. നവീന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദേശീയ സുരക്ഷ ശക്തമാക്കുന്നതിൽ പുതിയൊരു നാഴികക്കല്ലാണ് IED ഡാറ്റാ മാനേജ്മെന്റ് സിസ്റ്റം എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. NSG हमारे देश की आंतरिक सुरक्षा का एक मजबूत स्तंभ है. कहीं पर भी हमला होता हो उसका सटीक जवाब देना हो, एंटी हाईजैक ऑपरेशंस के लिए निरंतर फोर्स को चुस्त दुरुस्त रखना हो, एनएसजी ने परफॉर्म भी किया है और परिणाम भी लाए हैं. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് രണ്ടാം പതിപ്പിന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. 4 ദിവസത്തെ പരിപാടിയിൽ രാജ്യത്ത് നിന്നും വിദേശത്ത് നിന്നുമായി 2500ഓളം യുവജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. വികസിത ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ യുവതി യുവാക്കൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ പങ്കുവയ്ക്കും. നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സന്നിഹിതനാകും. ഈ മാസം 12ന് നടക്കുന്ന സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. കേരളത്തെ പ്രതിനിധീകരിച്ച് 60ഓളം യുവതി യുവാക്കൾ വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ ഭാഗമാകും. ബഹിരാകാശ സഞ്ചാരികളായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല, ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായർ, വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌർ തുടങ്ങിയവർ ഇതിലൂടെ യുവജനങ്ങളുമായി സംവദിക്കും. ഫ്രാൻസിലെ പാരീസിൽ നടന്ന അംബാസഡർമാരുടെ സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്തു. വ്യാപാരം, ധനകാര്യം, സാങ്കേതികവിദ്യ, ഊർജ്ജം, കണക്ടിവിറ്റി എന്നിവയാൽ നയിക്കപ്പെടുന്ന സമകാലിക ആഗോള മാറ്റങ്ങളെക്കുറിച്ച് സമ്മേളനത്തിൽ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തിയതായും വിദേശകാര്യമന്ത്രി അറിയിച്ചു. 70ാമത് അതിവിശിഷ്ട റെയിൽ സേവാ പുരസ്കാരങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് വിതരണം ചെയ്യും. 100 റെയിൽവേ ഉദ്യോഗസ്ഥർക്കും മികച്ച റെയിൽവേ സോണുകൾക്കുള്ള 26 പുരസ്കാരങ്ങളുമാണ് സമ്മാനിക്കുക. മഹാകുംഭ് ഉൾപ്പെടെ വെല്ലുവിളി നിറഞ്ഞ ഘട്ടങ്ങളിൽ സുരക്ഷിതവും തടസ്സരഹിതവുമായ യാത്ര ഉറപ്പാക്കിയ ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharati.gov.in/pbvacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31 കോട്ടയം പുതുപ്പള്ളി ദേശീയ റബ്ബർ പരിശീലന കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. രജത ജൂബിലി സ്മാരകവും അദ്ദേഹം അനാവരണം ചെയ്തു. റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട് നാഗാലാൻഡുമായുള്ള ധാരണാപത്രം ചടങ്ങിൽ ഒപ്പുവച്ചു. ഉച്ചയ്ക്ക് ശേഷം കോട്ടയം വാഴൂർ സെന്റ് പോൾസ് ഹൈസ്കൂളിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളിലും ശ്രീ ജോർജ് കുര്യൻ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി നാളെ കേരളത്തിലെത്തും. ഞായറാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ബിജെപി യോഗങ്ങളിലും കേരള കൌമുദി കോൺക്ലേവിലും അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ എസ്ഐആറുമായി ബന്ധപ്പെട്ട് വിഐപി പ്രവാസി വോട്ടർമാർക്ക് നേരിട്ട് ഹിയറിംഗിന് ഹാജരാകാതെ തന്നെ രേഖകൾ സമർപ്പിച്ച് വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. രേഖകളുടെ കാര്യത്തിൽ തൃപ്തരെങ്കിൽ നടപടി പൂർത്തിയാക്കാനുള്ള അധികാരം ഇആർഒ, എഇആർഒമാരിൽ നിക്ഷിപ്തമാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ നാളെ വിരമിക്കും. ഹൈക്കോടതിയിൽ ഇന്ന് ഫുൾ കോർട്ട് റഫറൻസിലൂടെ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകും. ജസ്റ്റിസ് സൌമൻസനാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. കണ്ണൂർ ആറളം വന്യജീവി സങ്കേതത്തെ ചിത്രശലഭ സങ്കേതമായി പുനർനാമകരണം ചെയ്ത് സംസ്ഥാന സർക്കാർ ഉത്തരവായി. ശലഭ സർവേയിൽ കണ്ടെത്തിയ ശലഭ വൈവിധ്യം കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷമാണ് ആറളത്തെ ശലഭ സങ്കേതമായി പ്രഖ്യാപിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. ഭൂപ്രകൃതിയിലും സസ്യസമ്പത്തിലും വൈവിധ്യം പുലർത്തുന്ന ആറളം ജൈവ വൈവിധ്യത്തിലും സമ്പന്നമാണ്. 1984 ആറളത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. 25 വർഷങ്ങളായി ചിത്രശലഭങ്ങളെ ആറളം വന്യജീവി സങ്കേതത്തിൽ നിരീക്ഷിച്ചു വരുന്നുണ്ട്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന 40ൽ പരം എൽഡമിക് ചിത്രശലഭങ്ങളിൽ 27 എണ്ണവും ആറളത്ത് കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ രേഖപ്പെടുത്തിയ 327 ഇനം ചിത്രശലഭങ്ങളിൽ 266 എണ്ണവും ആറളം വന്യജീവി സങ്കേതത്തിലുണ്ട്. ചർച്ചകളും പുസ്തക പ്രകാശനങ്ങളും കലാപരിപാടികളുമായി കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം മികച്ച ജനപങ്കാളിത്തത്തോടെ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. പാനൽ ചർച്ചകളിലും കലാപരിപാടികളിലും മികച്ച ജനസാന്നിധ്യമാണ് അനുഭവപ്പെടുന്നത്. കോലാലംപൂരിൽ നടക്കുന്ന മലേഷ്യ ഓപ്പൺ സൂപ്പർ 1000 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം പി.വി. സിന്ധു സെമിയിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ജാപ്പനീസ് താരം അകാന യമഗുച്ചി മത്സരത്തിനിടെ പരിക്കേറ്റ് പിന്മാറിയതിനെ തുടർന്നാണ് സിന്ധു സെമിയിൽ പ്രവേശിച്ചത്. വനിതാ പ്രീമിയർ ലീഗിന്റെ 4ാം സീസണ് ഇന്ന് തുടക്കമാകും. നവി മുംബൈയിലെ ഡോക്ടർ ഡി വൈ പാട്ടീൽ സ്പോർട്സ് അക്കാദമിയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. വൈകുന്നേരം 7:30 മത്സരം. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. മൊബൈൽ ഫോൺ സേവനങ്ങളും വ്യാപകമായി തകരാറിലാണ്. 13 ദിവസമായി തുടരുന്ന പ്രക്ഷോഭം 31 പ്രവിശ്യകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ഇതിനകം 45ഓളം പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. 2000-ലേറെ പ്രക്ഷോഭകാരികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ അതിശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. ബംഗ്ലാദേശിലെ മൈമൻസിംഗിൽ ന്യൂനപക്ഷ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ടെക്സ്റ്റൈൽസ് തൊഴിലാളി ദീപു ചന്ദ്രദാസിനെ വധിച്ച സംഭവത്തിൽ പ്രധാന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെതിരെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് അറസ്റ്റ്. കേസിൽ ഇതുവരെ 21 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെനസ്വേലയിലെ അമേരിക്കൻ നടപടിയെ തുടർന്ന് ക്യൂബ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പണത്തിനും എണ്ണയ്ക്കും വേണ്ടി ക്യൂബ വെനസ്വേലയാണ് ആശ്രയിക്കുന്നതെന്നും പകരമായി സുരക്ഷാ സഹായം ക്യൂബ നൽകിയിരുന്നതായും ട്രംപ് പറഞ്ഞു. തമിഴ്നാടിന്റെ തീരദേശ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് പ്രാദേശിക കാലാവസ്ഥാ വകുപ്പ്. ശ്രീലങ്കയ്ക്ക് സമീപം തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇന്ന് തീരം തൊടുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. ചെന്നൈ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വടക്ക് കിഴക്കൻ ജില്ലകളിൽ നാളെയും മറ്റന്നാളും മഴയ്ക്ക് സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ മത്സ്യബന്ധനം ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയെ ലോകരാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ശക്തമായ കണ്ണിയാണ് പ്രവാസി ഭാരതീയരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയില്ലാത്ത ജമ്മു കശ്മീർ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും തുടരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2ാം പതിപ്പിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. കോട്ടയം പുതുപ്പള്ളി ദേശീയ റബ്ബർ പരിശീലന കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഇറാനിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം 13ാം ദിവസത്തിലേക്ക് കടന്നു. രാജ്യത്തുടനീളം ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചു. മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ സെമിയിൽ കടന്ന് ഇന്ത്യൻ താരം പി.വി. സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം
വൈകുന്നേരം 3 മണിക്ക്.